ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 25 റിവ്യൂ. അവസരം മുതലാക്കി ആദിലയും നൂറയും നിവിനെ പുറത്താക്കി ഗെയിമിൽ നിന്ന്, ബിഗ് ബോസിൽ നിന്ന്. സംഭവം രാവിലെ തുടങ്ങി വെച്ചത് ജിസൈലും അനിമോളും തമ്മിലുള്ള പ്രശ്നത്തിൽ നിന്നാണ്. അനിമോൾ CID ആയിട്ട് ജിസൈലിൻ്റെ പുറകെ, നീ രണ ഫാത്തിമയുടെ മേക്കപ്പ് ഉപയോഗിച്ചില്ലെന്ന് അനിമോൾ. അടുക്കളയിൽ വെച്ച് ടിഷ്യൂ ഉപയോഗിച്ച് ലിപ്സ്റ്റിക്ക് തേച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുണ്ടിൽ പിടിച്ച് അനിമോൾ. അതിൻ്റെ പ്രകോപനത്താൽ ജിസൈൽ അവളെ തള്ളി. പിന്നെ അവിടെ പ്രശ്നം, എല്ലാവരും അതിലിടപെട്ടു. നിവിൻ പറഞ്ഞു അനിമോൾ ചെയ്തത് തെറ്റാണ്. അനിമോൾ എന്തിനാണ് ആവശ്യമില്ലാതെ ജിസൈലിൻ്റെ ചുണ്ടിൽ പിടിച്ചതെന്ന് നിവിൻ. അനിമോൾ ക്വിറ്റ് ചെയ്യണമെന്ന്, ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, ഫിസിക്കൽ അസാൾട്ട് എന്നതിൻ്റെ പേര് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്ന് നിവിൻ. ഞാനൊന്നും ചെയ്തിട്ടില്ല അനിമോൾ, അവൾ കള്ളത്തരം കാണിച്ചപ്പോൾ ഞാൻ ചെക്ക് ചെയ്തതെന്ന് ജിസൈൽ ക്യാമറയോട്. അനിമോൾ എൻ്റെ ചുണ്ടിൽ പിടിച്ചു, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല, കംഫർട്ടബിൾ. അനിമോൾക്ക് എന്തെങ്കിലും ശിക്ഷ നൽകണം. ഇത് 2ാം തവണയാണ് അവൾ എൻ്റെ ദേഹത്ത് പിടിക്കുന്നത്. ജിസൈൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കരയെന്ന് കണ്ട അനിമോൾ. കണ്ട അവളുടെ കള്ളത്തരം, അവളൊന്ന് കളഞ്ഞാൽ മതി, ആൾക്കാരെല്ലാം പുറകെ വന്നോളും. കള്ള അഭിനയം കണ്ടില്ലേ, അത് ശരിയാണെന്നാണ് എൻ്റെ പ്രശ്നം. കാരണം ഒരു നടിക്ക് മറ്റൊരു നടിയെ തിരിച്ചറിയാൻ കഴിയുമായിരിക്കും. ഇതിനിടയ്ക്ക് നിവിൻ ക്യാമറയോട് പറയുന്നു, അനിമോൾ ഒന്നെങ്കിൽ അനിമോൾക്ക് ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ അനിമോൾ കിറ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഞാൻ പകരം കിറ്റ് ചെയ്തു. ഇതിലേതെങ്കിലും ഇവിടെ നടക്കണം. ഒന്നെങ്കിൽ അനിമോൾക്ക് ശിക്ഷ, അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്ത് പോകും. ഉറപ്പായിട്ടും അനിമോളിനെ പ്രാമ്പയർ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ്. ആദില നൂറ നിവിനെ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട്, കിറ്റ് ചെയ്യാനാണ് താല്പര്യം? യെസ്, കിറ്റ് ചെയ്യാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. അനിമോൾ പോയില്ലെങ്കിൽ ഞാൻ കിറ്റ് ചെയ്യും, ഉറപ്പാണെന്നൊക്കെ ചോദിച്ച് ആദില നൂറ അവിടെ കൺഫേം ചെയ്യുന്നുണ്ട്. അനുവിനെയും ജിസൈനെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? ഇവിടെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലെന്നറിയില്ലേ എന്ന് ചോദിക്കുന്നു. അനിമോൾ പറയുന്നു, ഞാൻ ബിഗ് ബോസിൻ്റെ റൂൾ തെറ്റിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ശ്രമിച്ചതാണ് എന്ന് പറയുന്നു. ഞാൻ പതുക്കെയെ ചൂണ്ടിപ്പിടിച്ചിട്ടുള്ളൂ എന്ന് അനിമോൾ. അപ്പോൾ ജിസൈൽ പറഞ്ഞു, പതുക്കെയൊന്നുമല്ല, എനിക്ക് നന്നായിട്ട് വേദന എടുത്തു. ഇത് 2ാമത്തെ തവണയാണ് അനിമോൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ഞാൻ റൂൾ തെറ്റിച്ചതിന് ശിക്ഷ എനിക്ക് ബിഗ് ബോസ് തരുന്നുണ്ട്. അവർ എനിക്ക് വസ്ത്രങ്ങൾ തരുന്നില്ല, ഒന്നും തരുന്നില്ല. ബിഗ് ബോസ് എന്നെ ശിക്ഷിച്ചോളും. പിന്നെ എന്തിനാണ് അനിമോൾ എന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ബിഗ് ബോസ് പറഞ്ഞു, 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അത് അടുത്ത ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇതിനുള്ള മറുപടി തരുന്നതായിരിക്കും, ഇതിനുള്ള ശിക്ഷ നൽകുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിവിനെ നിർത്തി ചോദിക്കുന്നു, അനിമോൾ പോയില്ലെങ്കിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്യുമെന്ന് പറയുന്നു, അങ്ങനെ ചെയ്യുമോ? ചെയ്യുമെന്ന് നിവിൻ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, ബിഗ് ബോസിന്റെ പ്രധാന വാതിൽ തുറന്നിരിക്കുന്നു, നിങ്ങൾക്കതിലൂടെ ക്വിറ്റ് ചെയ്യാവുന്നതാണ്. തയ്യാറാണോ? ഒന്ന് വരണ്ടെങ്കിലും നിവിൻ തയ്യാറാണ്. പേടിച്ചിരിക്കുന്ന അനിമോൾ ആ അവസരം മുതലാക്കി അതാ നൂറ ആദിലയും ചാടി എഴുന്നേറ്റു. നീ ആണാണെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യടാ, ധൈര്യമുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യടാ, നിനക്ക് നട്ടലുണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാ. ഇതുവരെ സെയിം ഗെയിം കളിച്ചുകൊണ്ടിരുന്ന നൂറയൊക്കെ അവസരത്തിന് തുയർന്ന് ഉറക്കെ അട്ടഹസിക്കുന്നു, ഇറങ്ങിപ്പോകാൻ പറയുന്നു. ബാക്കിയുള്ളവരൊക്കെ അവിടെ തടയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർ അത് തന്നെ ഉച്ചത്തിൽ പറയുന്നു, ഇറങ്ങിപ്പോകാൻ. നിങ്ങൾ LGBTQ റിപ്രസെന്റ് ചെയ്ത് വന്നിട്ട് എന്താണ് അവർക്ക് വേണ്ടി സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നിവിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പുറത്തേക്ക്. ഇത് ആദിലയുടെയും നൂറയുടെയും പ്രകോപന ഗെയിമാണ്, നീതി വീഴരുത് എന്ന് അക്ബറും ഷാനവാസും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ടും നിവിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നിവിൻ പോയി കഴിഞ്ഞിട്ടും വാതിലുകൾ അണിഞ്ഞിട്ടും നൂറയുടെ ഉച്ചത്തിലുള്ള പ്രകോപനം അവസാനിച്ചിട്ടില്ല. പോകണമെന്ന് പറഞ്ഞാൽ പോകുക തന്നെ ചെയ്യണം, ഞാനാണെങ്കിൽ പോയാനെ, പോകണമെന്ന് പറഞ്ഞാൽ പോകുക തന്നെ ചെയ്യണം, പോവുക തന്നെ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജിസൈലും അഭിലാഷും ഒക്കെ കരയുന്നുണ്ട്. എന്തിനെങ്ങനെ പ്രകോപിച്ചെന്ന് അപ്പാനി നൂറയോട് ചോദിക്കുന്നുണ്ട്. ഡാൻസ് ചെയ്ത് സന്തോഷത്തോടെ ആദിലയും നൂറയും പേടിച്ചു നിൽക്കുന്ന അനുമോളുടെ അടുത്തേക്ക് ചെല്ലുന്നു. തന്റെ കുറ്റത്താലാണ് നെവിൻ പോയതെന്നും പ്രേക്ഷകർ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തയിൽ അനിമോൾ. പ്രേക്ഷകരും ഇവിടെയുള്ളവരും എന്നെ കുറ്റപ്പെടുത്തും, അപ്പാനി അക്ബറൊക്കെ ചുമ്മാ വന്നിനി എന്നെ ആക്രമിക്കും, അതിന്റെ പേരിൽ നിനക്ക് ഒരു പ്രശ്നം വരില്ല, ആരെന്ത് വന്ന് ചോദിച്ചാലും ഞങ്ങൾ പറഞ്ഞോളാം, ഞങ്ങൾ കാരണമാണ്, ആദിലും നൂറയും കാരണമാണ് നെവിൻ പോയത്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഷാനവാസ് ചോദിച്ചപ്പോൾ, വന്നപ്പോൾ മുതൽ ഞങ്ങളെ പിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിവിൻ ഇവിടെ വന്നത്, എന്ത് സംഭവിച്ചാലും നിവിൻ പോയിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുകയുള്ളൂ എന്ന് ഞങ്ങൾക്കൊരു വാശിയുണ്ടായിരുന്നു. ഇവർ നല്ല ഗെയിം കളിച്ചു എന്നാണ് ഇത്രയും നേരം നമുക്ക് മനസ്സിലായിരുന്നത്. പക്ഷേ ഈ ഒരൊറ്റ വാചകത്തിൽ ഒരു പേഴ്സണൽ ഗ്രിഡ്ജിന്റെ പുറത്താണ് നിവിനെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കിയത്. അതാണ് നൂറ ഇത്രമാത്രം ഷൗട്ട് ചെയ്യുന്നതും പ്രകോപിപ്പിക്കാൻ തുടങ്ങിയത്. അവരുടെ മനസ്സിൽ നിവിനോട് നല്ല പകയുണ്ടായിരുന്നു. പകയുണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഇത്രയും നാൾ അത് മനസ്സിൽ വെച്ച് അവർ നിവിനോട് നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിവിൻ തിരിച്ചു വന്നിരുന്നെങ്കിൽ കളി ഇച്ചിലൂടെ ഇൻട്രസ്റ്റിംഗ് ആയേനെ. നൂറ ആദില എന്ന സേഫ് ഗെയിമറെക്കാളും എത്രയോ മികച്ച ഗെയിമറായിരുന്നു നിവിൻ. നല്ല എൻ്റർടൈനർ, ഫൈനൽ 5-ൽ എത്തേണ്ടയാൾ ഒരൊറ്റ നിമിഷത്തിൽ പ്രകോപനത്തിൽ വീണ് പുറത്തേക്ക്. നിവിനില്ലാത്ത ബിഗ് ബോസ് ഗെയിമുകൾ മാറുകയാണ്. പുതിയ ഗെയിമുകൾ അവിടെ വരുമോ എന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ഷെയറും ചെയ്യണേ.